നമ്മളെ ഒരു കാര്യം പറയണം കേട്ടോ, ഡോക്യുമെന്റ് യുവർ ലൈഫ്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യൂ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂന്നൊന്നും അല്ല കേട്ടോ. ഞാൻ എന്തിനാ അത് പറയണേന്ന് വെച്ചാല് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ നല്ല രസമാണ്. ഇപ്പോഴാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒന്ന് എടുക്കാം, അതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാം ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ കമ്പ്യൂട്ടർ ഓർ എ പേഴ്സണൽ ഫയൽ ഓർ എനി കൈൻഡ് ഓഫ് എന്താ ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കിതൊരു മെമ്മറി ആയിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മദ്രാസിൽ GK വെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ കേട്ടിട്ടുണ്ടോ? അവിടെ പഴയ കാലത്തെ ഫോട്ടോസ് ഉണ്ട്, MS സുബ്ബലക്ഷ്മിയുടെ. പിന്നെ ഏറ്റവും ഭയങ്കര രസമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോസൊക്കെ കാണാനായിട്ട്. അതെല്ലാം ഉണ്ട് അവിടെ, നല്ല ഭംഗിയാ കാണാൻ. അത് പ്രത്യേക രീതിയിൽ അവരതൊക്കെ എടുത്തിരിക്കണം, ഒരുപാട് എഫേർട്ട് എടുത്ത് അതൊക്കെ അവിടെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, മദ്രാസിന്റെ ചില ഭാഗങ്ങള്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാളവണ്ടി ഉണ്ടായിരുന്ന, കുതിരവണ്ടി ഉണ്ടായിരുന്ന മദ്രാസ്. ഞാനിത് ഇതേപോലെ തന്നെ ഒരു ആന്റി, ഞങ്ങളുടെ നെയ്ബർ ആന്റിയാണ്, പുള്ളി എൻ്റെ മോള് ചെറുതായിരുന്നു. അപ്പൊ പറയും മോളുടെ എല്ലാ ഫോട്ടോസും എടുത്ത് വെക്കണത്, എൻ്റെ മകളുടെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലൊരു ആൽബം ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ. പുള്ളിയുടെ മകൾ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും കുറച്ചുകൂടെ പ്രായമുള്ള ലേഡിയാണ് ഇപ്പോൾ. അപ്പൊ ആ സമയത്ത് ആ കുട്ടിക്ക് 1 വയസ്സായപ്പോ, 2 വയസ്സായപ്പോ അങ്ങനെ എല്ലാ ബർത്ത്ഡേസിനും അവർ കൊണ്ടുപോയി ഫോട്ടോസ് എടുക്കും. അവരൊരു ഫാമിലി ഫോട്ടോയും എടുക്കും. അങ്ങനെ 23 വയസ്സ് വരെയാണ് അവര് കല്യാണം കഴിക്കുന്നവരെ അവർ എടുത്തിരിക്കുന്ന കാണണം. സ്കേർട്ട്, പിന്നെ ഫ്രോക്ക്, സ്കേർട്ട്, ഹാഫ് സ്കേർട്ട്, ഫുൾ സ്കേർട്ട്, ഹാഫ് സാരി, അങ്ങനെ അത് കഴിഞ്ഞ് ഫുൾ സാരി. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് രസമായിരുന്നു ആ ആൽബം കാണാനോ. അത്രയില്ലെങ്കിലും എനിക്ക് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് ഇട്ടതായിരുന്നു പണ്ട് നമ്മൾ എപ്പോഴും ഈ സ്റ്റുഡിയോയിൽ പോയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ കസിൻസിന് ഒരു ഇതുണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, നിക്കോൺ എന്തുവായിരുന്നു അത്. പിന്നെ കോണിക്ക വന്നു. അപ്പൊ ആ സമയത്ത് ഇത് എന്താണ് ഫിലിം ഇട്ടിട്ടാ ചെയ്യാ. ഫിലിമൊക്കെ ഓവർലാപ്പൊക്കെ ചെയ്തു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞിരുന്നപ്പോഴും ഞാൻ പിന്നെയും കറക്കിയിട്ട് പിന്നെയും ഫോട്ടോ എടുത്ത്, അപ്പൊ 2 ഫോട്ടോ ഉണ്ടാവും അതിനകത്ത് കഴുകി വരുമ്പോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയേക്കുന്ന ലൈഫിൽ. സോ ഡോക്യുമെന്റ് യുവർ ലൈഫ്. ഇൻസ്റ്റയിലും ഇതിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പോലും പ്രൈവറ്റ് ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും നിങ്ങളുടെ ക്ലൗഡിൽ. ഇറ്റ്സ് റിയലി എ ട്രഷർ. ചിയേഴ്സ്. ഈദ് മുബാരക്. ഇന്ന് ഈദാണ്.